കരുനാഗപ്പള്ളി കാസ് ലൈബ്രറിയുടെ വായനാ പക്ഷാചരണം സമാപിച്ചു. ആദരവും സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണ പരിപാടികളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് മൊമന്റോകളും സമ്മാനിച്ചു. കാസ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് വായനാ പക്ഷാചരണത്തിന്റെ സമാപനം സംഘടിപ്പിച്ചത്. കാസ് മന്ദിരത്തിലായിരുന്നു പരിപാടി. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കടത്തൂർ മൻസൂർ ഉദ്ഘാടനം ചെയ്തു. അത്തരം ജീവിത സാഹചര്യങ്ങൾക്കപ്പുറം ഇവിടെ ഒരു ലോകമുണ്ടെന്നും അവിടെ മനുഷ്യരുണ്ടെന്നും മനസാക്ഷിയുള്ള മനസ്സുകളെ കണ്ടെത്താൻ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ എനിക്കും കഴിയണം എന്നുള്ള അവരുടെ ഒരു ദൃഢനിശ്ചയമാണ് ഇത്തരം മനുഷ്യരുകളെ രൂപപ്പെടുത്തിയത്. ഇവിടെ ഇപ്പോൾ ഈ പൈലറ്റ് ട്രെയിനിങ് ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന മകനെ കുറിച്ച് പറഞ്ഞു. അവൻ്റെ ആഗ്രഹമെല്ലാം പൂർത്തീകരിക്കും. കാരണം ജീവിതം എന്താണെന്ന് അവൻ നേരിട്ടറിഞ്ഞവനാണ്. മറിച്ച് അവൻ്റെ അമ്മയ്ക്ക് അല്പം സാമ്പത്തികവും ഒക്കെ ഉണ്ട്, ബാക്കി നല്ല ബാങ്ക് ബാലൻസും ഒക്കെ ഉള്ള ഒരു വീട്ടിലെ കുട്ടിയാണെങ്കിൽ അവൻ പഠിക്കുന്നത് അവന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന ബോധം വരും. അവൻ അത് വരില്ല. ഇത് ഞാൻ പഠിക്കേണ്ടത് എൻ്റെ ആവശ്യം, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇതാണ് എന്ന ബോധം അത് വരുമ്പോൾ അത് മാറും. വൈസ് പ്രസിഡന്റ് സജീവ് മാമ്പറ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ വിമൽ റോയി മുഖ്യപ്രഭാഷണം നടത്തി. പൈലറ്റ് പരിശീലനം പൂർത്തീകരിക്കുന്ന ശ്രീരാജിനെ പരിപാടിയിൽ ആദരിച്ചു. പിന്നെ APJ അബ്ദുൽ കലാം സാറിന്റെ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മൾ ഉറക്കം കെടുത്തത് എന്തോ അതാണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്. അതായിരുന്നു എൻ്റെ മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ അത് മുന്നിൽ കണ്ട് ഇറങ്ങി അവസാനം ഇങ്ങനൊരു വേദിയിലെത്തി. അത് നല്ല സന്തോഷമുണ്ട്. ആർ രവീന്ദ്രൻപിള്ള, കല്ലേലി ഭാഗം ബാബു, JA കബീർ, ഷീലാകുമാരി, സിന്ധു, അരുൺ, അജിത്ത്, N അജയകുമാർ, ഷാനില തുടങ്ങിയവർ പങ്കെടുത്തു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.